ഹായ്, വെൽക്കം ടു പീസ്ഫുൾ പിങ്ക്. ഇന്ന് ഒരു നൈറ്റ് റൂട്ടീൻ വ്ളോഗാണ് കേട്ടോ. നൈറ്റ് റൂട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മൾ നൈറ്റ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു 8 മണിക്ക് ശേഷമൊക്കെ ഉള്ള ഒരു റുട്ടീനാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ മെയിനായിട്ട് നമ്മൾ നാളെ ഹസ്ബൻഡിന് ഓഫീസിൽ കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെയാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്നത്. അതും ഒരു ഡയറ്റ് ഫുഡാണ്, വെയിറ്റ് ലോസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡയറ്റ് ഫുഡാണ് കേട്ടോ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. ഈ ഒരു റുട്ടീൻ എന്നെ മോർണിംഗിലുള്ള ഒരു ടൈം മാനേജ്മെൻറ്റിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ തലേദിവസം തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതുകൊണ്ട് നമ്മൾക്ക് കാലത്തെ ആ ഒരു ടൈം നമുക്ക് നല്ലപോലെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കേട്ടോ. 3 നേരവും ഈ ഒരു ഫുഡ് തന്നെയാണ് ആൾ കഴിക്കാറ്. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് വെജീസും ഫ്രൂട്ട്സും ഒക്കെ ആൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ കറി എന്ന് പറയുന്നത് നമ്മൾ ഓയിലൊന്നും യൂസ് ചെയ്യാതെ കുറച്ച് മസാലകളൊക്കെ വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചിക്കൻ കറി പ്രിപ്പയർ ചെയ്യുന്നത്. എത്രത്തോളം ഫുഡ് ടേസ്റ്റിയാണെന്ന് ചോദിച്ചാൽ ടേസ്റ്റ് അങ്ങനെ കാര്യമായിട്ടുള്ള ടേസ്റ്റൊന്നുമില്ല. പക്ഷേ ഓൾമോസ്റ്റ് 1 മന്തായി ഇപ്പോൾ ആൾ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നു. പക്ഷേ അതിനുള്ള മാറ്റം ആൾക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, വെളുത്തുള്ളി, ടൊമാറ്റോ ഒക്കെ ഇട്ടു. പിന്നെ നാളേക്കുള്ള ഒരു 3 പീസ് ചിക്കനാണ് കേട്ടോ ഞാനിപ്പോൾ എടുക്കുന്നത്. 3 നേരത്തേക്കും ഓരോ പീസ് ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വളരെ കുറച്ച് മാത്രം, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതൊക്കെ ആഡ് ചെയ്യുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം വെള്ളം ഒഴിക്കാതെ കുറച്ച് വെള്ളം മാത്രമാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ടൊന്ന് മൂടി വെച്ച് നമുക്ക് 2 വിസിലടിച്ചെടുക്കാം. രാത്രിക്കലത്തെയും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിലും മാത്രമാണ് കേട്ടോ ഈ കറിയായിട്ട് ആൾ ഈ ഒരു ചിക്കൻ കറി യൂസ് ചെയ്യുന്നത്. ഉച്ചയ്ക്കാകുമ്പോൾ നമ്മൾ ആ ഒരു ചിക്കൻ മാത്രം എടുത്ത് അതിൻ്റെ കൂടെ നമ്മൾ വെജിറ്റബിൾ സാലഡും കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ആൾ ചപ്പാത്തി കഴിക്കാറ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കുറച്ച് വെജീസും കുറച്ച് കാർബോ, കുറച്ച് പ്രോട്ടീൻ എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മീൽ നമുക്ക് കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ 2 എഗ്ഗ് വെച്ചിട്ട് പുഴുങ്ങിയിട്ട് നമ്മൾ കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ എനിക്കും മോൾക്കുള്ള നാളെ കാലത്തേക്കുള്ള ദോശയ്ക്കും കൂടി നമ്മൾ അരച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉലുവയും ഉഴുന്നും കൂടെ വെള്ളത്തിൽ കുതിർത്തത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 2 കയ്യിൽ ചോറ് കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ അടിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്യാറ്. അതിന് ഞാൻ ഒരു ക്ലിപ്പ് വിട്ടുപോയി. ആ ഒരു അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ദോശ ബാറ്റർ ഉണ്ടാക്കുന്നത്. ഇതിന് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ അളവൊന്നും എടുക്കാറില്ല കേട്ടോ. ആ ഒരു മിക്സ് വരുമ്പോൾ അതിലേക്ക് എത്ര അരിപ്പൊടി ഇട്ടിട്ട് മിക്സായി വരുന്നു എന്നുള്ള കണക്ക് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയൊരു കുക്കറിലാണ് കേട്ടോ അടച്ച് വെക്കാറ്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാനതിൽ 2 സ്വീറ്റ് പൊട്ടറ്റോ കൂടെ ആഡ് ചെയ്തിരുന്നു കേട്ടോ. അതും നല്ലൊരു പ്രോട്ടീനുള്ളൊരു വെജിറ്റബിളാണ്. സോ 2 സ്വീറ്റ് പൊട്ടറ്റോയുടെ പീസ് കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളുടെ ഇന്നത്തെ ആളുടെ ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആളുടെ ഒരു പ്രോട്ടീൻ റിച്ച് വെയിറ്റ് ലോസ് ഡിന്നർ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ നൈറ്റാണ് നമ്മൾ അലക്കിയതൊക്കെ എടുക്കാറ്. ചൂടായ കാരണം നമ്മൾ പകൽ ബാൽക്കണി ഡോർ അങ്ങനെ തുറക്കാറേ ഇല്ല. അപ്പോൾ നമ്മൾ അലക്കിയതൊക്കെ എടുത്ത് വന്നിട്ട് നമുക്ക് കുറച്ച് അലക്കിയത് തിരിച്ചിടാനും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് നമ്മൾ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. നമ്മളുടെ ബാൽക്കണി വ്യൂ നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. പകൽ മുഴുവൻ ഇതൊരു പൊടി പിടിച്ച് കിടക്കുകയാണെങ്കിലും നൈറ്റ് ഈ ലൈറ്റൊക്കെ ഇട്ട് വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊക്കെ കഴുകി വെക്കാം. അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കൊണ്ടുവെക്കാം. കിടക്കുമ്പോഴേക്കും കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ ഞാനിപ്പോൾ കൊണ്ടുവെക്കുന്നത്. നല്ല ചൂടായ കാരണം ഇടയ്ക്ക് നമ്മൾ രാത്രിയും എണീറ്റിട്ട് വെള്ളമൊക്കെ കുടിക്കാറുണ്ട് കേട്ടോ. പിന്നെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനും റൂവയും കുളിക്കാനായിട്ട് പോകണം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരുന്നു. അപ്പോഴാണ് കേട്ടോ നമ്മൾ കുറച്ച് ബേക്കറിയൊക്കെ നമ്മൾ റീലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലിറ്റിൽ ഹാർട്ട്സ് ബിസ്ക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതും ഓക്കെയാണ്. പക്ഷേ എൻ്റെ ഫേവററ്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്രീം ബണ്ണാണ് കേട്ടോ. ഈ ഒരു ക്രീം ബണ്ണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനും റൂവയും കൂടിയിട്ട് അതൊക്കെ അപ്പോൾ തന്നെ തീരുമാനമാക്കി കുറച്ച്. അപ്പോൾ തന്നെ അതൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ കിടന്നത്. ഒന്നുകൂടെ No, please.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ കിച്ചൺ ക്ലോസ് ചെയ്യാണ് കേട്ടോ. പിന്നെ അതാ വെള്ളമൊക്കെ കൊണ്ടുവച്ച് നമ്മൾ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ വ്ളോഗ് ആദ്യമായിട്ട് കാണുകയാണ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്.